നമസ്കാരം. പൊളിറ്റിക്കൽ ഫണ്ടിംഗ് എന്നത് ഇന്ത്യയിൽ എക്കാലത്തും ചൂടേറിയ സംവാദങ്ങൾക്ക് വഴിമരുന്നിട്ട ഒരു വിഷയം തന്നെയായിരുന്നു. ഓരോ രാഷ്ട്രീയ പാർട്ടികളുടെയും ഖജനാവിലൂടെ കയറിയിറങ്ങിയ വെളിപ്പെടുത്തിയതും വെളിപ്പെടുത്താത്തതുമായ ആയിരക്കണക്കിന് കോടികൾ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയ്ക്കും തിരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്ക് ചുക്കാൻ പിടിക്കുന്നവർക്കും എന്നും ഒരു തലവേദന തന്നെയായിരുന്നു. പൊളിറ്റിക്കൽ ഫണ്ടിങ്ങുകളുടെ നാൾവഴികളിലൂടെയും അതോടൊപ്പം ഇന്ത്യയിൽ കേട്ടുകേൾവി പോലുമില്ലാത്ത രാഷ്ട്രീയ പാർട്ടികളുടെ അല്ലെങ്കിൽ അങ്ങനെ നടിക്കുന്ന ചില സംഘടനകളുടെ പണക്കൊഴുപ്പിലൂടെയും നമുക്കൊന്ന് യാത്ര ചെയ്യാം. 2021 സെപ്റ്റംബർ 23 ഇലക്ഷൻ കമ്മീഷന്റെ കണക്കനുസരിച്ച് രാജ്യത്ത് 8 ദേശീയ പാർട്ടികളും 60 സംസ്ഥാന പാർട്ടികളുമുണ്ട്. ഇതുകൂടാതെ 3000-ഓളം RUPPകളുമുണ്ട്. RUPPകൾ എന്നാൽ രജിസ്റ്റേർഡ് അൺറെക്കഗ്നൈസ്ഡ് പൊളിറ്റിക്കൽ പാർട്ടീസ്. ഇതിൽ ചിലതൊക്കെ ഈ സമീപകാലത്ത് രൂപീകൃതമായതായിരിക്കാം. അവർക്കൊന്നും തെരഞ്ഞെടുപ്പുകളിൽ വേണ്ടത്ര വോട്ട് ഷെയർ ലഭിച്ചു കാണില്ല. അതിനാൽ തന്നെ ദേശീയ പാർട്ടിയെന്നോ സംസ്ഥാന പാർട്ടിയെന്നുള്ള അംഗീകാരവും ലഭിച്ചിട്ടില്ല. ഇനി മറ്റ് ചിലതൊന്നും ഇലക്ഷനുകളിൽ പോലും പങ്കെടുക്കാറില്ല. ഇതിൽ പലതും അവരുടെ സ്വത്ത് വിവരങ്ങളോ പ്രവർത്തനത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങളോ ഇലക്ഷൻ കമ്മീഷനെ അറിയിക്കാറ് പോലുമില്ല. ഇവരെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾക്ക് കടക്കുന്നതിന് മുൻപേ പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ ഫണ്ടിംഗ് എങ്ങനെയാണെന്ന് പരിശോധിക്കാം. വ്യക്തികളിൽ നിന്നോ കമ്പനികളിൽ നിന്നോ ഒക്കെ കൈപ്പറ്റുന്ന സംഭാവനകൾ. സംഭാവന എന്ന ഓമനപ്പേര് നൽകിയിരിക്കുന്നു എന്നേ ഉള്ളൂ. ഇങ്ങനെ കൊടുക്കുന്നതിൽ തന്നെ 20,000 രൂപയിൽ താഴെയുള്ള ഡൊണേഷൻ ആണെന്നുണ്ടെങ്കിൽ ഇത് കൊടുത്തയാളിൻ്റെ വിവരം ഇലക്ഷൻ കമ്മീഷനെ അറിയിക്കണമെന്നില്ല. പലരും ഇതൊരു ലൂപ്പ് ഹോളായിട്ടെടുത്ത് 20,000-ൽ താഴെയുള്ള അനേകം ഡൊണേഷനുകൾ നൽകും. അപ്പോഴും അനോണിമിറ്റി അഥവാ അജ്ഞാതത്വം നിലനിൽക്കും. ഇലക്ട്രൽ ബോണ്ടുകളുടെ ഏറ്റവും വലിയ ന്യൂനതയായി ചൂണ്ടിക്കാട്ടിയതും ഇതുതന്നെയായിരുന്നു. 20,000 രൂപയാണ് ഇതിൻ്റെ സീലിംഗായി വെച്ചിട്ടുള്ളതെങ്കിലും 2,000 രൂപയ്ക്ക് മുകളിൽ ക്യാഷ് ട്രാൻസാക്ഷൻ അനുവദനീയമല്ല. പക്ഷേ ഇന്നും കോടിക്കണക്കിന് രൂപ ചാക്കുകെട്ടുകളിലാക്കി പാർട്ടി ഓഫീസുകളിലോട്ട് കൊണ്ടുപോകുന്ന സംഭവങ്ങൾ വിരളമല്ല. ഡൊണേഷനുകൾ കൂടാതെ പാർട്ടിയുടെ ആസ്തികൾ വിൽക്കുമ്പോൾ കിട്ടുന്ന തുക, അവയിൽ നിന്ന് കിട്ടുന്ന ബാങ്ക് പലിശ, പാർട്ടിയുടെ മെമ്പർഷിപ്പ് ഫീസായി പിരിഞ്ഞു കിട്ടുന്ന തുക, പാർട്ടിക്ക് എന്തെങ്കിലും പ്രസിദ്ധീകരണങ്ങളുണ്ടെങ്കിൽ അവ വിറ്റ് കിട്ടുന്ന തുക, റിലീഫ് ഫണ്ടുകൾ, ഇവയെല്ലാം പാർട്ടികളുടെ വരുമാന സ്രോതസ്സാണ്. ഇതിനൊന്നും ഇവർക്ക് ഒറ്റ പൈസ പോലും ആദായ നികുതി അടയ്ക്കേണ്ടതായി ഇല്ല. പകരം വർഷാവർഷം കൃത്യമായ കണക്കുകൾ ആദായ നികുതി വകുപ്പിനെ അറിയിക്കണം. എന്നാൽ ഇതുപോലും പല പാർട്ടികളും ചെയ്യാറില്ല. ഈ ചിത്രത്തിൽ കാണുന്നത് 2021-22 സാമ്പത്തിക വർഷത്തിലെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ അവർക്ക് ലഭിച്ചതായി പുറത്തുവിട്ട വരുമാനത്തിന്റെ കണക്കാണ്. ഇതിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ അൺനോൺ സോഴ്സ് എന്നൊരു കോളം കാണാം. ഇലക്ട്രൽ ബോണ്ട് വഴി കിട്ടുന്ന തുക, റിലീഫ് ഫണ്ട് വഴി കിട്ടുന്നവ, 20,000 രൂപയിൽ താഴെ കിട്ടുന്ന സംഭാവനകൾ, ഇവയൊക്കെയാണ് അൺനോൺ സോഴ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 2021-22 കാലയളവിൽ BJPയെ സംബന്ധിച്ച് 61% തുകയും അൺനോൺ സോഴ്സാണ്. തൃണമൂൽ കോൺഗ്രസിന് 97%, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് 72%, CPMന് 48%ആണെന്ന് കാണാം. മറ്റ് സംസ്ഥാന പാർട്ടികളുടെ കണക്കാണിത്. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് പല രാഷ്ട്രീയ പാർട്ടികളുടെയും ഭൂരിഭാഗം തുകയും അൺനോൺ സോഴ്സിൽ നിന്നുള്ളവയാണ്. ഇതാണ് ഇലക്ട്രൽ ബോണ്ടുകൾ നിരോധിക്കാൻ സുപ്രീം കോടതിയെ പ്രേരിപ്പിച്ച ഒരു ഘടകം. ഇലക്ട്രൽ ബോണ്ടുകൾ നിരോധിച്ചതോടെ കേന്ദ്ര സർക്കാർ ഒരു ബദൽ മാർഗം കൊണ്ടുവരാനുള്ള പണിപ്പുരയിലാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഏതായാലും അതിനെക്കുറിച്ചൊക്കെ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനവിധി ആർക്കനുകൂലമാണോ അവർ തീരുമാനിക്കട്ടെ. ഇവിടെ ഇലക്ട്രൽ ബോണ്ടുകൾ വഴി രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകിയ 33 കമ്പനികൾ നഷ്ടത്തിലോടുന്നവയായിരുന്നു. അതിനാൽ തന്നെ ഇവരുടെ ഫണ്ടിംഗ് സോഴ്സും ദുരൂഹമാണ്. ഇനി മറ്റൊരു കാര്യമുള്ളത്, ഇലക്ട്രൽ ബോണ്ട് എന്ന സ്കീം ഇല്ലായിരുന്നെങ്കിലും ഇവർ ഫണ്ടിംഗ് നടത്തുമായിരുന്നു. അത് മറ്റ് ചില മാർഗങ്ങളിൽ കൂടെ ആയിരിക്കും എന്ന് മാത്രം. ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിൽ സുപ്രീം കോടതിയുടെ ഇടപെടൽ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള ഫണ്ടിംഗ് പൊതുജനങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത്. 33 കമ്പനികൾ നഷ്ടത്തിലോടുന്നവയായിരുന്നെങ്കിൽ മറ്റ് ചില കമ്പനികൾ അവർക്ക് കിട്ടിയ ലാഭത്തിലധികം തുക സംഭാവനയായി രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകുകയുണ്ടായി. ഇനി അടുത്തൊരു കൂട്ടം കമ്പനികളുടെ കാര്യം നോക്കിയാൽ അതിലും ബഹുവിശേഷമാണ്. കഴിഞ്ഞ 7 വർഷങ്ങളായി യാതൊരുവിധ കണക്കുകളും ആദായ നികുതി വകുപ്പിനെ അറിയിക്കാത്തവരാണ് അവർ. ഇന്ത്യയിലെ ഒട്ടുമിക്ക രാഷ്ട്രീയ പാർട്ടികളും ഇവരുടെയൊക്കെ സംഭാവനകൾ കൈപ്പറ്റിയിട്ടുണ്ട്. തുകയിലുള്ള ഏറ്റക്കുറച്ചിലുകൾ മാത്രമേ ഉള്ളൂ വ്യത്യാസം. മേൽപ്പറഞ്ഞ പല കമ്പനികളിൽ പലതും വിവിധ ഘട്ടങ്ങളിൽ പല അന്വേഷണങ്ങൾ നേരിടുകയും പല ആരോപണങ്ങളിൽ പെടുകയും ചെയ്തിട്ടുള്ളവയുമാണ്. ഇലക്ട്രൽ ബോണ്ടുകളുടെ ഉദ്ദേശശുദ്ധിയിൽ സംശയം പ്രകടിപ്പിച്ചുകൊണ്ട് RBI ചീഫ് ജനറൽ മാനേജർ ധനകാര്യ മന്ത്രാലയത്തിന് ജനുവരി 30, 2017 ഒരു കത്തയക്കുകയുണ്ടായി. അതിന്റെ ഉള്ളടക്കം ഇപ്രകാരമായിരുന്നു: ബോണ്ട് വാങ്ങുന്ന യഥാർത്ഥ ആളായിരിക്കില്ല ഈ ഫണ്ടിങ്ങിന് പിന്നിൽ. ബോണ്ട് വാങ്ങുന്നയാൾ KYC നൽകുന്നു, തുക ബാങ്ക് വഴി വരുന്നു എന്നുള്ളതൊക്കെ ശരി തന്നെ.
അപ്പോഴും കമ്പനികൾക്ക് ഫണ്ട് നൽകിയ അജ്ഞാതൻ കാണാമറയത്ത് തന്നെ ഇരിക്കും. അപ്പോഴും പണം ബാങ്ക് വഴി കൈമാറപ്പെടുന്നു എന്നതായിരുന്നു റവന്യൂ സെക്രട്ടറിയുടെ മറുവാദം. ഇത്രയും പറഞ്ഞത് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുടെ ഇടപാടുകൾ. ഇനി നേരത്തെ സൂചിപ്പിച്ച RUPP കാറ്റഗറിയിൽപ്പെട്ടവരുടെ സാമ്പത്തിക ലീലാവിലാസങ്ങൾ നോക്കാം. 2001 ശേഷം RUPPക്കാരുടെ എണ്ണത്തിൽ 300% വർധനവ് വന്നിരിക്കുന്നത്. ഇവരിൽ പലരും വർഷങ്ങളായി തെരഞ്ഞെടുപ്പുകളിൽ പോലും മത്സരിക്കാറില്ല. വരുമാനത്തിന്റെ കണക്ക് ആദായനികുതി വകുപ്പിനെയോ ഇലക്ഷൻ കമ്മീഷനെ അറിയിക്കാറുമില്ല. പലപ്പോഴായി നടത്തിയ റെയ്ഡുകളിൽ കോടികളുടെ പണമിടപാട് കണ്ടുപിടിക്കാൻ കഴിഞ്ഞു. കോടിക്കണക്കിന് രൂപ പണമായി സൂക്ഷിച്ച സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഞാനിനി കുറച്ച് രാഷ്ട്രീയ പാർട്ടികളുടെ പേരുകൾ വായിക്കാം. അതെപ്പോഴെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. ഒന്നാമതായി ജൻ രാജ്യ പാർട്ടി, UPയിലെയാണ്. ഇവർക്കെതിരെ നോട്ട് നിരോധന സമയത്ത് കള്ളപ്പണം വെളുപ്പിച്ചതുമായി ബന്ധപ്പെട്ട കേസ് നിലവിലുണ്ട്. ഇനി അടുത്തത് മഹാരാഷ്ട്രയിലെ സർദാർ വല്ലഭായ് പട്ടേൽ പാർട്ടി. ഇവരുടെ ഖജനാവിൽ കൂടിയും കോടികൾ കയറി ഇറങ്ങിയിട്ടുണ്ട്. ഇവർക്ക് ഡൊണേഷൻ നൽകിയവരിൽ വജ്ര വ്യാപാരികളും റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പ്രവർത്തിച്ചവരും എക്സ്പോർട്ടേഴ്സും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരും ഉണ്ട്. അടുത്തത് ജനതാവാടി കോൺഗ്രസ് പാർട്ടി, അതും മഹാരാഷ്ട്രയിലെയാണ്. ഇവർക്കെതിരെയും കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട് കേസുകളുണ്ട്. അടുത്തത് UPയിലെ അപ്നാദേശ് പാർട്ടി സമാനമായ കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. കാൺപൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ജൻ രാജ്യ പാർട്ടി, ഇതിലെ സ്ഥാപകരിൽ ഒരാൾ പിന്നീട് ആം ആദ്മി പാർട്ടിയിലേക്ക് ചേക്കേറിയതായി അറിയാൻ കഴിയുന്നു. സമാനമായ കുറ്റകൃത്യങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ള പാർട്ടിയാണ്. അടുത്തത് ബീഹാറിലെ ഭാരതീയ രാജ്നിതിക് വികൽപ് പാർട്ടി. ഇതിനും കള്ളപ്പണം വെളുപ്പിക്കൽ തന്നെയാണ് മുഖ്യ ആക്ടിവിറ്റി. ഇനി അടുത്ത് പറയാൻ പോകുന്ന പാർട്ടിയുടെ കാര്യം ഇതിലൊക്കെ വിചിത്രമാണ്. അത് തമിഴ്നാട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കൊങ്കുനാട് മക്കൾ ദേശീയ കക്ഷിയാണ്. ഇവരുടെ വരുമാനം നോക്കുകയാണെങ്കിൽ പൊതുവെ കുറവായിട്ടാണ് കാണിക്കുന്നത്. എന്നാൽ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് DMK ഇവർക്ക് 15 കോടിയോളം രൂപ ഡൊണേഷൻ നൽകിയിട്ടുണ്ട്. ആ ഇലക്ഷനിൽ ഇവർ DMKയുടെ സഖ്യകക്ഷിയായിരുന്നു. പൊതുവെ ഇലക്ഷൻ കമ്മീഷനിൽ കണക്കുകളൊന്നും കാണിക്കാത്ത ഒരു പാർട്ടിയാണ് കൊങ്കുനാട് മക്കൾ ദേശീയ കക്ഷി. ഇനിയും ഒരു നീണ്ട ലിസ്റ്റുണ്ട്. അത് വായിക്കാൻ നിന്നാൽ ഇപ്പോഴെങ്ങും തീരില്ല. ഇലക്ഷൻ കമ്മീഷന്റെ കണക്കനുസരിച്ച് വെറും 30%-ൽ താഴെ വരുന്ന RUPPക്കാർ മാത്രമേ ഇലക്ഷനുകളിൽ പങ്കെടുക്കാറുള്ളൂ. പലർക്കും പ്രകടമായ രാഷ്ട്രീയ പ്രവർത്തനം പോലുമില്ല. ഇനി ഇത് ഉപസംഹരിക്കുന്നതിന് മുൻപ് മോദി സർക്കാർ 2018 കൊണ്ടുവന്ന ഒരു ഭേദഗതിയെക്കുറിച്ചുകൂടി പറയാം. ഇത് വളരെ ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു കാര്യമാണ്. ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് FCRA 1976 അത് പിന്നീട് 2010 പുതുക്കിയിട്ടുണ്ട്. ഇത് വിദേശങ്ങളിൽ നിന്ന് സംഭാവനകൾ കൈപ്പറ്റുന്നത് സംബന്ധിച്ചുള്ള ഒരു നിയമമാണ്. 2010 നിലനിന്നിരുന്ന നിയമമനുസരിച്ച് രാഷ്ട്രീയ പാർട്ടികൾ വിദേശങ്ങളിൽ നിന്ന് സംഭാവനകൾ കൈപ്പറ്റാൻ പാടുള്ളതല്ല. പക്ഷേ കോൺഗ്രസും BJPയും ആ കാലഘട്ടത്തിൽ വിദേശത്ത് നിന്ന് സംഭാവനകൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് ഡൽഹി ഹൈക്കോടതിയിൽ ഒരു കേസ് വരികയും അതിൻ്റെ വിധി ഇരു രാഷ്ട്രീയ പാർട്ടികൾക്കും എതിരാവുകയും ചെയ്തു. ഈ വിധിക്കെതിരെ അപ്പീൽ ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിച്ചെങ്കിലും അവിടെയും കാര്യങ്ങൾ ഇവർക്ക് അനുകൂലമാവില്ല എന്ന് കണ്ടുകൊണ്ട് ഈ അപ്പീൽ അവർ പിൻവലിക്കുകയാണ് ഉണ്ടായത്. കോടതി വിധി അനുസരിച്ച് ഇരു രാഷ്ട്രീയ പാർട്ടികൾക്കും എതിരെ നടപടിയെടുക്കേണ്ടതാണ്. എന്നാൽ മോദി സർക്കാർ കോൺഗ്രസുമായി യോജിച്ചുകൊണ്ട് ഈ നിയമം മുൻകാല പ്രാബല്യത്തോടുകൂടി ഭേദഗതി ചെയ്യുകയാണ് ഉണ്ടായത്. ഇപ്പോൾ നിലവിലുള്ള നിയമമനുസരിച്ച് ഫോറിൻ കമ്പനികളുടെ ഇന്ത്യൻ സബ്സിഡിയറികൾക്ക് ഇന്ത്യയിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകാം. ഇലക്ട്രൽ ബോണ്ടുകൾക്ക് മുമ്പും അത് നിലനിന്നിരുന്ന കാലത്തും ഇനി വരാൻ പോകുന്ന കാലങ്ങളിലും രാഷ്ട്രീയ പാർട്ടികളുടെ സംഭാവനകളുടെ ഉറവിടം എന്നും ഒരു പ്രഹേളികയായി അവശേഷിക്കും എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.